പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണത്. പേരുമാറ്റവുമായി ബന്ധപ്പെട്ടതാണ്. നിരവധി സ്ഥലപ്പേരുകൾ മാറ്റിയ ഒരു ചരിത്രമുണ്ട് കേന്ദ്ര സർക്കാരിന്. നമ്മുടെ ഉത്തരേന്ത്യയിലടക്കം നിരവധി സ്ഥലപ്പേരുകൾ മാറ്റി. ഇപ്പോൾ രാജ്ഭവനുകളുടെ പേരുമാറ്റത്തിലേക്ക് കൂടെ കടന്നിരിക്കുകയാണ്. രാജ്ഭവനുകൾ ഇനി മുതൽ രാജ്ഭവനുകളല്ല, ലോക് ഭവനുകളാണ്. രാജ്ഭവനുകളുടെ പേര് മാറ്റിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അസം, ബംഗാൾ രാജ്ഭവനുകളുടെ പേര് മാറ്റി ലോക് ഭവൻ എന്നാക്കി കഴിഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിലും ഈ പേരുമാറ്റൽ ഉടൻ നടപ്പിലാക്കും. രാജ്ഭവൻ എന്നത് കൊളോണിയൽ സ്വാധീനമുള്ള പേരെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്ന് PR അരവിന്ദ് ചേരുന്നുണ്ട്. അരവിന്ദ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ പേരുമാറ്റം രാജ്ഭവനിലെത്തി നിൽക്കുന്നു. അപ്പോൾ ഇനി മുതൽ ലോക് ഭവൻ കേരള, ലോക് ഭവൻ അസം, ലോക് ഭവൻ ബീഹാർ അങ്ങനെ അറിയപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പേരുമാറ്റത്തിന്റെ പിന്നിൽ എന്താണ്? എപ്പോഴാണ് നിർദ്ദേശം വന്നത്? ജിൽസി, കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാജ്ഭവന്റെ പേര് മാറ്റണമെന്ന നിർദ്ദേശം വിവിധ രാജ്ഭവനുകൾക്ക് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബംഗാൾ അതുപോലെ തന്നെ അസം എന്നീ രാജ്ഭവനുകളുടെ പേരുകൾ മാറ്റിക്കൊണ്ട് വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട്. രാജ്ഭവൻ ഇനി അറിയപ്പെടുക ലോക് ഭവൻ എന്നാണ്. നമുക്കറിയാം, രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലെ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ തുടർന്നിരുന്നു. ഡൽഹിയിലടക്കം വിവിധ സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റുകയും അത് വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിന് പിന്നാലെ ഇപ്പോൾ രാജ്ഭവന്റെ പേരുകൾ കൂടി ഇപ്പോൾ കേന്ദ്രം മാറ്റുകയാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഉടൻ തന്നെ ഈ പേരുകൾ മാറ്റി കൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കാനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന് പ്രധാനമായും കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് രാജ്ഭവൻ എന്നത് കൊളോണിയൽ സ്വാധീനമുള്ള പേരെന്നതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ ഉടൻ തന്നെ പേര് മാറ്റും എന്നതാണ് മനസ്സിലാകുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ബംഗാൾ അതുപോലെ തന്നെ അസം എന്നീ സംസ്ഥാനങ്ങൾ രാജ്ഭവൻ എന്ന പേര് ലോക് ഭവനാക്കി കൊണ്ട് വിജ്ഞാപനം പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. ജിൽസി.